ഹലോ, പാലക്കാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച് കുഴഞ്ഞു വന്നത് നമ്മുടെ മൂത്തച്ചി കൊണ്ടുവന്ന് ഈ പെട്ടി പൊട്ടിക്കാനായിരുന്നു. പക്ഷേ പെട്ടി പൊട്ടിച്ചപ്പോൾ സാധനങ്ങളെക്കാൾ കൂടുതലുണ്ടായിരുന്നത് തുണികളായിരുന്നു. നോക്കിയാലോ. അതെ, നമ്മൾ പാലക്കാട് നിന്ന് ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് ആ ക്ഷീണമൊക്കെ പോയത് മൂത്തച്ചി ഒരു 3-3:30 വീടെത്തി. എന്നിട്ട് ഞങ്ങളൊക്കെ എണീപ്പിച്ച് വിട്ടപ്പോൾ ആ പെട്ടി കണ്ടപ്പോൾ എനിക്ക് യാത്ര ചെയ്ത ക്ഷീണമൊക്കെ എവിടെ പോയി നീ അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു സുഖമായിരുന്നു. ഞാൻ ഇതിന് മുമ്പൊന്നും പെട്ടി പൊട്ടിക്കൽ സീൻ എന്താണെന്ന് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. ഇനി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയെന്ന് പറയാനൊന്നുമില്ല. പാപ്പാൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ പോയിട്ടുണ്ടൊക്കെ ശരിയാണ്, പക്ഷെ പെട്ടി പൊട്ടിക്കൽ സീന് കണ്ടിട്ടില്ല. ഇനി കാണാത്തതാണോ, ഇനി നമ്മുടെ മുമ്പത്തുനിന്ന് പൊട്ടിക്കാത്തതാണോ, എന്താ സംഭവം ഏതാണെന്നൊന്നും അറിഞ്ഞില്ല, ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു പെട്ടി പൊട്ടിക്കൽ ഞാൻ ഇതാണ് കാണുന്നത്, അത് ഇത്ര കൊല്ലത്തിന് ശേഷം. അങ്ങനെ നമ്മൾ പെട്ടി ഓപ്പൺ ചെയ്തതും അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് കിട്ടി. നല്ല രസമുണ്ടായിരുന്നു ആ ബ്ലാങ്കറ്റ്. അപ്പോൾ റാഷി ആദ്യം തന്നെ പറഞ്ഞത് എനിക്കാണ് എന്ന്. അങ്ങനെ എൻ്റെ മനസ്സിലൊരു കുളിർമ വന്നു, അതെനിക്കാണെന്ന് റാഷി പറഞ്ഞപ്പോൾ. നല്ല ചൂടുള്ള സമയമാണെങ്കിലും മഴക്കാലത്ത് ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ പെട്ടി പൊട്ടിച്ചതും എന്താ പറയുക, കുട്ടികളൊക്കെ ആകപ്പാട് മാന്തലും ചീന്തലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് കിട്ടണത് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞങ്ങനെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഞാൻ വെറുതെ ഇരുന്നെങ്കിലും എൻ്റെ കെട്ടിയവനും കുട്ടിയും അടിപൊളിയാണ്. എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയതൊക്കെ മാറ്റി വെച്ചു. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടി സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വാപ്പാടെ പെങ്ങളുടെ മക്കളിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവനെ ഞങ്ങൾ വിളിക്കാൻ പോയിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. വാപ്പയും ഞങ്ങളും അവൻ്റെ അനിയത്തിമാരും അങ്ങനെയൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ട്. അവർ വന്ന ഒരു 5-6 ദിവസം ഒരാഴ്ചയൊക്കെ ഞങ്ങൾ കൂടുതൽ അവിടെ തന്നെ ഇക്കാരം. അപ്പോൾ പെട്ടി പൊട്ടിക്കലൊക്കെ ഉണ്ടായിട്ട് മുട്ടായൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ പെട്ടി പൊട്ടിക്കൽ ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടിട്ടില്ല. അതിന് ചെറുപ്പമായതുകൊണ്ട് ഞങ്ങൾ കളിക്കാൻ പോകുകയോ അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പിലായിരിക്കും പൊട്ടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ ലോഷൻസും കാര്യങ്ങളും സ്ക്രബ്ബറും അങ്ങനെയൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചപ്പോഴാണ് ടോയ്സ്, ക്ലിബ് അങ്ങനെ കൂടുതലും പെൺകുട്ടികൾക്ക് വേണ്ടിയ സാധനമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നാത്തൂൻ്റെ മക്കൾക്കും കൂടുതലുള്ളത് പെൺകുട്ടിയാണ്. മൂത്തച്ചീൻ്റെ 2 കുട്ടികളും പെൺകുട്ടികളാണ്. ആൺകുട്ടികളായിട്ടുള്ളത് ജസുവും ആദുവും. പറഞ്ഞാൽ നാത്തൂൻ്റെ ഒരു കുട്ടിയും പിന്നെ വന്നിട്ട് എൻ്റെ ഒരു കുട്ടിയും. അങ്ങനെ 2 ആൺകുട്ടികളേ ഉള്ളൂ. അടുത്ത പെട്ടി രണ്ടാമത്തെ പെട്ടി. അങ്ങനെ ഈ പെട്ടി പൊട്ടിക്കലും കണ്ട് വീഡിയോസും എടുത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നു. നമുക്ക് സാധനം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വെറുതെ ഉണ്ടെങ്കിലും എൻ്റെ കുട്ടി എൻ്റെ ഭർത്താവ് നല്ല എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ചോക്ലേറ്റ് സാധനങ്ങൾ എല്ലാം എൻ്റെ മടിയിൽ കൊണ്ടുവന്നിടും. ജസ്റ്റ് ഇത് നമുക്ക് ഉമ്മച്ചി ഇതെനിക്ക്, ഇത് ഉമ്മച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് 2 പേര് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് റാഹത്തായി. പിന്നെ അതുമല്ലാതെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യവും പുതുമയായി തോന്നിയതും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും എന്നൊക്കെ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരാളുടെ നടക്കുന്നുണ്ടാകും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ആരും പറഞ്ഞറിവില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും ഈ സാധനം ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഉമ്മാനെ പോയി ചോദിച്ചു, താത്താക്കുള്ള വീട്ടിലത്തെ സാധനങ്ങൾ വേണ്ട. അപ്പോൾ ഉമ്മ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഓന് വരുമ്പോൾ ഇവിടേക്ക് വേറെ പെട്ടി അവിടേക്ക് വേറെ പെട്ടി കൊടുക്കും എന്ന് പറഞ്ഞത്. അത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. കാരണം അവിടെ ഒരു പ്രശ്നം വരുന്നില്ല, എൻ്റെ വീട്ടിലേക്ക് കിട്ടിയില്ല അവൻ്റെ വീട്ടിലേക്ക് മാത്രം കിട്ടി, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ എനിക്ക് ആ ടോപ്പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇക്കാകെ പെട്ടിയിൽ മുഴുവൻ ഇതാ കൊടുത്തയച്ചിരിക്കുന്നത്. ആകെ സങ്കടമായി. ഈ തുണിയൊക്കെ ആ പെട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. അൽഹംദുലില്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ ബൈ.